ഇവിടെ ഏലിയാവിനോട് ചെന്ന് പറഞ്ഞു, നിന്റെ ജീവനെ നാളെ ഈ നേരത്ത് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെട്ടു പോയി. അത് ഏലിയാവ് ഏറ്റു പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട. ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില വിശ്വാസികൾ പോലും അങ്ങനെ പറയാറുണ്ട്, എനിക്കിനി എന്ത് ചെയ്യണ്ട. ഭയം തട്ടുന്നതിന്റെ ലക്ഷണം, ശത്രുവിന്റെ പോരാട്ടം നമുക്ക് അടിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഭയം തട്ടുന്നത്, ഭയമുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്താൽ അത് തന്നെ അങ്ങ് പോയിക്കോളും. സ്തോത്രം. എപ്പോഴെങ്കിലും ഭയം വരുമ്പോൾ, അല്ലെ ആദി പിടിക്കുമ്പോൾ, എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ, അയ്യോ ഇതിന്റെ ടെൻഷന്റെ കാരണം എന്താണെന്ന് തപ്പിയൊന്നും പോകണ്ട. ഒരു 5 മിനിറ്റ് മുറിയടച്ച് അകത്ത് കയറി ദൈവസനെ ഒന്ന് മുട്ടുകുത്തിക്കുക, ഒന്ന് സ്തോത്രം ചെയ്തേ, പെട്ടെന്ന് ആ ഭയം നിങ്ങളെ വിട്ട് മാറുന്നത് നിങ്ങൾക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആഭിചാരത്തിന്റെ പ്രത്യക്ഷമായ ഒരു ലക്ഷണം ഭയം തട്ടുക എന്നുള്ളത്, ആദി പിടിക്കുക എന്നുള്ളത്. ഇവിടെ അബ്രഹാമിന് പെട്ടെന്ന് ഭയം വന്നു. ഈ ഏലാം രാജാക്കന്മാരെ പോലുള്ളവർ ദുർമന്ത്രവാദികളും പൈശാചിക ശക്തികൾ വെച്ച് പോരാടി യുദ്ധങ്ങളെ, എതിർകക്ഷികളെ തോൽപ്പിക്കുന്നവരാ. ഇത് അബ്രഹാമിന് അറിയാം. അതിന്റെ കാരണം അബ്രഹാം അതുപോലെ ഒരു ദേശത്ത് നിന്ന് വന്നത്, അവിടുത്തെ സകല പരിപാടികളും അബ്രഹാമിന് അറിയാം. ഇത് 2-3 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ചിന്തിച്ചപ്പോൾ അബ്രഹാം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു. അബ്രഹാം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടിരിക്കുക. ഇതും ആർക്ക് മനസ്സിലായി? അവനെ വിളിച്ചിറക്കിയ ദൈവത്തിന് മനസ്സിലായി. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി നീ ഇവിടെ ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ദൈവ സന്നിധിയിലാണ് നീ കടന്നു വന്നിരിക്കുന്നത്. എന്ത് വിഷയമായിക്കോട്ടെ, ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് പകൽക്കാലം നീ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചില പ്രവർത്തികൾ ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ പടിപടിയായി ദൈവത്തിന് ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. നിന്റെ ഹൃദയത്തെ മതിക്കുന്ന ദുഃഖം, നിന്റെ ഹൃദയത്തെ മതിക്കുന്ന ഭയം, നിന്നെ ഭയപ്പെടുത്തുന്ന ചില വിഷയങ്ങളെ ആമേൻ നിന്റെ വീട്ടിൽ നിന്ന് ദൈവം തന്റെ ബലമുള്ള ഭുജം കൊണ്ട് അതിന്റെ തായ്വേരോടെ പിഴുതെടുക്കുന്ന ചില ദിവസങ്ങൾ മുൻപിലുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിൽ കൂടെ ഇന്ന് രാത്രിയിൽ നിന്നോട് ദൈവിക ആലോചന അറിയിക്കുകയാണ്. ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി നീ ഭയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് പറയുക, നീ ഭയപ്പെടേണ്ട.